അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാലക്കാട് നഗരത്തിൽ ഒരു യുവതി നട റോഡിൽ നിസ്കരിക്കുക. അതായത് ട്രാഫിക്കുള്ള സമയത്ത് ട്രാഫിക്കിനെ ഗതാഗതം തടസ്സപ്പെടുത്തി നിസ്കരിക്കുന്ന സംഭവം. എന്തോ പ്രതിഷേധമാണ് ആൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് IMA ജംഗ്ഷനിൽ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൻ്റെ IMA ജംഗ്ഷനിൽ വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണ് പാലക്കാട് നഗരത്തിൽ. അവിടെ നടന്ന സംഭവമാണ്. അതായത് ഗതാഗതക്കുരുക്കുണ്ടാക്കി, കനത്ത ഗതാഗതക്കുരുക്കുണ്ടാക്കി. അവസാനം പോലീസ് വരേണ്ടി വന്നു. പോലീസ് അവരെ പിടിച്ച് മാറ്റുകയുണ്ടായി. അങ്ങനെ അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊരു തമിഴ്നാട് സ്വദേശിയാണ് ഈ യുവതി. അവരുടെ ഭർത്താവ് മരിക്കുകയുണ്ടായി. പാലക്കാട്ടുകാരനാണ് ഭർത്താവ്. അപ്പോൾ ഭർത്താവ് മരിച്ച ശേഷം അവർക്ക് ഭർത്താവിൻ്റെ പേരിലുള്ള ഭൂമിയുടെ അവകാശമൊന്നും തന്നെ കിട്ടുന്നില്ല. അതായത് അവരുടെ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ അവരുടെ ഇടയിൽ തന്നെ ഭാഗം വെച്ച് വീതിച്ച് എടുക്കുകയുണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള അവകാശപ്പെടണ ഒന്നും കിട്ടിയില്ല. ഒരുപാട് തവണ പരാതിപ്പെട്ടു, ഒരുപാട് പ്രതിഷേധിച്ച് നോക്കി, ഒന്നും തന്നെ ഒരു കാര്യം ഉണ്ടാവുന്നില്ല. അവകാശപ്പെട്ടതായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ സഹോദരൻ്റെ കൂടെ ആയിരുന്നു ഇവർ ആ സമയത്ത്. സഹോദരൻ എന്തോ കടയിലോട്ടോ അങ്ങോട്ടോ മാറുന്നപ്പോഴാണ് ഇവർ ഈ ഒരു മീഡിയ അറ്റൻഷൻ അല്ലെങ്കിൽ പൊതുജന ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു സ്റ്റണ്ട് എന്ന രീതിയിലാണ് ഇത് ചെയ്തത്. നട റോട്ടിൽ കയറി അവിടെ നിന്ന് പ്രതിഷേധിച്ചു. നിസ്കാരം എന്ന രീതിയിൽ പ്രതിഷേധം. ഇവർ പറയുന്നത് ഇവർക്ക് 2 മക്കളുണ്ട് എന്നാണ്. ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ അർഹിച്ചതായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രതിഷേധം. പക്ഷേ ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് നമ്മുടെ ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്ന ഒരു കലാപരിപാടി ഉണ്ടല്ലോ. കുറച്ച് ചില മതസ്ഥരിങ്ങനെ ഗ്രൂപ്പായിട്ടിരുന്ന് നിസ്കരിക്കും, അല്ലെങ്കിൽ ഈ ദീപാരാധന നടത്തും. ട്രെയിനിലൊക്കെ നമ്മൾ വീഡിയോസ് കാണാറുണ്ട്. ഒരു പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മതസ്ഥരിരുന്ന് നിസ്കരിക്കുമ്പോൾ അത് കണ്ട് മറ്റൊരാൾക്കാർ ഹനുമാൻ ചാലീസ അല്ലെങ്കിൽ ഒരു ദീപാരാധന നടത്താൻ തുടങ്ങും. അല്ലെങ്കിൽ ആരെങ്കിലും നാമം ജപിക്കുന്നത് കേട്ടാൽ മറ്റേ ആൾക്കാർ ഇരുന്ന് നിസ്കാരം തുടങ്ങും ഗ്രൂപ്പായിട്ട് ട്രെയിനിൽ. സോ അങ്ങനെയുള്ള എന്തോ ഒരു ഷോ ഓഫ് കലാപരിപാടിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഇതും ശരിയല്ല. പോലീസ്, പാലക്കാട് സൗത്ത് പോലീസ് ഇതിനെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അവരുടെ കസ്റ്റഡിയിലാണ്. എന്താണ് കൂടുതൽ റിപ്പോർട്ട്സ് വരും ദിവസം നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്ന് കമൻറ്റ് മെൻഷൻ ചെയ്യൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.